ഹായ്, ഞാൻ അതിൻ. ഹലോ, എൻ്റെ പേര് അല്ലമീൻ. എൻ്റെ പേര് എം.ആർ. ദേവനാരായണൻ. ഹായ്, ഹലോ, ഞാൻ സൂര്യ. ഹായ് എവരിവൺ, ഐ ആം ജോർജൻ ഷാൽമൻ ജോൺ. ഹായ്, ഞാൻ അനാമിക PM. ഹായ്, ഞാൻ അതിൻ. ക്വാളിറ്റി ഫ്ലെയിംസിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ക്വാളിറ്റി ഫ്ലെയിംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രം ദ ബിഗിനിങ് നമ്മൾ പറയണം. അപ്പോൾ ഇതിൽ നിന്നാണ് ക്വാളിറ്റി ഫ്ലെയിംസിൻ്റെ തുടക്കം. ഒരു 6000 രൂപയുടെ ഫോണും സിനിമയെ സ്നേഹിക്കുന്ന കുറച്ചെന്നല്ല 2 പേർ, എൻ്റെ കൂടെ 2 പേർ, നമ്മൾ 3 പേർ ആണ്. ആദിത്യൻ, അല്ലമീൻ, പിന്നെ ഞാൻ. വളരെ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ക്വാളിറ്റി ഫ്രെയിംസ് തുടങ്ങുമ്പോൾ. കാര്യം ഇത് ക്വാളിറ്റി ഫ്രെയിംസ് അല്ല, ആദ്യം ഇത് AD പ്രൊഡക്ഷൻസ് ആയിരുന്നു, പിന്നെ ASAD ഫിലിംസ് ആയി, പിന്നെ അത് ക്വാളിറ്റി ഫ്രെയിംസിലോട്ട് മാറ്റി. ഇപ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണമല്ലോ. അപ്പം സിനിമയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയോട് ഇഷ്ടമുള്ള കുറച്ച് വ്യക്തികളുടെ മനസ്സും മാത്രമേ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെന്താ, ഞാൻ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും 2ാമത്തെ ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും 3ാമത്തെ ഷോർട്ട് ഫിലിം എടുക്കുമ്പോഴും ഈ 6000 എന്നുള്ളത് 16000 വരെ പോയി. എന്താ ഫോണിൻ്റെ കാര്യം. പിന്നെ അറിയാമല്ലോ, കഷ്ടപ്പാടൊക്കെ ഉണ്ടാവുമെങ്കിലും നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോയിന്റിൽ നമുക്ക് കത്തും എന്ന് പറയത്തില്ലേ. അപ്പൊ ആ കത്തലാണ് എനിക്ക് ദേവനെ കിട്ടുന്നത്, സൂര്യനെ കിട്ടുന്നത്. ഹലോ, എൻ്റെ പേര് എം.ആർ. ദേവനാരായണൻ. ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൻ്റെ ടെക്നിക്കൽ ഹെഡ് അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറാണ്. എന്താ പറയുക, ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിലേക്ക് കയറി വന്ന ഭയങ്കര അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ കയറി വന്നത്. ഒട്ടും വിചാരിച്ചില്ല. നമ്മൾ എന്താ പറയുക, സ്കൂളിലൊരു ഫംഗ്ഷൻ്റെ ഇടയിലാണ് ശരിക്കും ഞാൻ അതിനെ ആദ്യം പരിചയപ്പെടുന്നത്. ശരിക്കും ഞാനും അതിന് കണ്ടുമുട്ടാൻ നല്ല രീതിക്ക് ലേറ്റായി. ഇല്ലായിരുന്നെങ്കിൽ ഞാനും അവനും കൂടി എന്തെല്ലാം പ്രോജക്റ്റ് ചെയ്തേനെ. പിന്നെ അല്ലമീനെ പരിചയപ്പെടാൻ വളരെ ലേറ്റായി. ഞങ്ങളതിന് പരിചയപ്പെട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ കുറേ വർക്ക് ഇറക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടിയില്ല. ഇപ്പം നമ്മൾ ഒരു വെള്ളാരത്താരം പാട്ട് റീമേക്ക് ചെയ്തു. ഇനിയും കുറേ പ്രോജക്റ്റ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയൊരു പ്രൊജക്റ്റ് വരാനുണ്ട്. അപ്പം എന്താ പറയുക, എന്നാണ്ടേക്ക് പറയണമെന്നുണ്ട്. നമുക്ക് ക്യാമറയുടെ മുന്നിൽ എനിക്ക് നിന്ന് വലിയ എക്സ്പീരിയൻസ് ഇല്ല. എപ്പോഴും ബാക്കിൽ നിന്നാണ് എനിക്ക് ക്യാമറയുടെ എക്സ്പീരിയൻസ് ഉള്ളത്. പിന്നെന്താ, ഈ പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ടീം ഇപ്പം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ജോർജൻ വരുന്നു. പിന്നെ നമ്മുടെ കഥയ്ക്ക് അല്ലമീൻ, പിന്നെ ക്യാമറയിൽ എന്നെ അസിസ്റ്റ് ചെയ്യാൻ എൻ്റെ അനിയൻ സൂര്യനാരായണൻ വരുന്നു. പിന്നെ നമ്മുടെ മെയിൻ ആൾ ഡയറക്ടർ നമ്മുടെ അതിൻ. പിന്നെ എന്താ കുറേ പേരുണ്ട്. നമുക്ക് അനാമികയുണ്ട് പാടാൻ. നമ്മുടെ മ്യൂസിക് ടീം, ഇപ്പം നമ്മുടെ ഫുൾ ക്യാമറ സെറ്റപ്പ് ആണെങ്കിൽ പോലും നമ്മളിപ്പം റിഗ് ഓരോന്നോരോന്നായിട്ട് നമ്മൾ വിചാരിച്ചതിനേക്കാളിലും വലുതായിക്കൊണ്ടിരിക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അടുത്തല്ല നമ്മളിപ്പം. നമ്മളെല്ലാവരും സ്റ്റാർട്ട് ചെയ്ത് ഓരോ മൊബൈൽ ഫോണിൽ നിന്നാണ്. ഇപ്പം നമ്മൾ നമ്മൾ ഇപ്പം പുതിയതായിട്ടൊരു ക്യാമറ എടുത്തിരിക്കുകയാണ്. നമ്മൾ നിക്കോണിൻ്റെ പുതിയ ക്യാമറ എടുത്തു. നമ്മളുടെ ഷൂട്ടിനെന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ജോർജിൻ്റെ പുതിയ പടത്തിന് വേണ്ടി നമ്മൾ എടുത്തതാണ് ആ ക്യാമറ. ശരിക്കും ക്യാമറ എടുത്തിട്ട് നമ്മളുടെ ജോർജിൻ്റെ പടം ഇപ്പം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വർക്ക് ഇപ്പം വരും, ഇനിയും വന്നുകൊണ്ടിരിക്കും. അപ്പം ക്വാളിറ്റി ഫ്രെയിംസ് ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഹായ്, ഹലോ, ഞാൻ സൂര്യ. ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറുമാണ്. ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിലോട്ട് വന്നത് ഇച്ചിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. എൻ്റെ ചേട്ടൻ ക്വാളിറ്റി ഫ്രെയിംസ് ജോയിൻ ചെയ്തു. പിന്നെ ഞാനും ചേട്ടനും ഈ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ ഇച്ചിരി അറിയാവുന്നതുകൊണ്ട് അതും ചേട്ടൻ പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടൊക്കെ വിളിക്കുമായിരുന്നു. ആദ്യം ഇവരുടെ ടീം ജോയിൻ ചെയ്തപ്പോഴൊക്കെ വിചാരിച്ചത് എല്ലാവരും ഭയങ്കര മസ്ലി പിടിച്ച് ഭയങ്കര സീരിയസ് ആൾക്കാരൊക്കെയാണ്. പക്ഷേ പിന്നെയാണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഹാർഡ് വർക്കൊക്കെ താല്പര്യമുള്ള, എല്ലാവർക്കും ഈ സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം ഇഷ്ടമുള്ള, എല്ലാം നമ്മളുടെ ഒരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരായിരുന്നു. പിന്നെ നമ്മളെല്ലായിട്ടും നല്ല കൂട്ടായി. ഇപ്പം നമ്മൾ കുറേ പ്രൊജക്റ്റ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ചെയ്തു. അപ്പം ഇതുപോലത്തെ കുറേ പ്രൊജക്റ്റ് ഇനിയും ഭാവിയിൽ ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം നമ്മൾ 2-3 പ്രൊജക്റ്റ് ചെയ്തു. ഇനി നമുക്ക് എല്ലാവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റ് ഇനിയും ചെയ്യാനുമുണ്ട്. പിന്നെ വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്, ജോർജനെ. അപ്പോൾ അത് സത്യം പറഞ്ഞ ഒരു ബ്ലെസ്സിങ് ആയിരുന്നു നമുക്ക് ക്വാളിറ്റി ഫ്രെയിംസ് ഈ 3 പേരെ കിട്ടുന്നത്. കാര്യം ഇവർ വന്നേ പിന്നെയാണ് ഞാൻ സ്വപ്നം കാണാൻ പഠിച്ചത് തന്നെ. കാര്യം ഞാൻ എൻ്റെ ഒരു സേഫ് സോണിൽ നിന്ന് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു.
പക്ഷെ എന്നിട്ടും നമുക്കിപ്പം എന്ത് പറയാനാ, നെഗറ്റീവ്സ് ഇപ്പോൾ ഒരുപാട് വരും. പിന്നെ അത് പിന്നെ അവർക്ക് വിമർശിക്കാമല്ലോ. കാര്യം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസിൽ നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ എന്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിമിന് എനിക്ക് കിട്ടിയതും വളരെ നല്ല റെസ്പോൺസ് ഒന്നും അല്ല. കാര്യം അത് എത്ര മോശമാണെന്ന് പറഞ്ഞാലും അത് ദാറ്റ്സ് മൈ പേഴ്സണൽ ഇമോഷൻ, മൈ ടീംസ് പേഴ്സണൽ ഇമോഷൻ. ബിക്കോസ് അത് എന്ത് പറയാനാ, 2-3 പിള്ളേരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു കഥയൊക്കെ ഉണ്ടാക്കി. അല്ലമീൻ തന്നെ പാട്ട്, അന്നും നമ്മൾ പാട്ട് ഉൾപ്പെടെ നമ്മൾ അല്ലമീനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഹലോ, എൻ്റെ പേര് അല്ലമീൻ. അപ്പോൾ ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൻ്റെ മ്യൂസിക് ഡയറക്ടറും റൈറ്ററുമാണ്. അപ്പോൾ ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൽ വരുന്നത് എല്ലാവരും പറഞ്ഞ പോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാനും ക്വാളിറ്റി ഫ്രെയിംസിൽ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിലിമായിട്ടുള്ള റോയ്സ് അനൗൺസ് ചെയ്തിട്ട് അതിന് എന്നെ കുറേ തവണ ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ആദ്യം എടുത്തില്ല, രണ്ടാമത് എടുത്തില്ല. ഫൈനലി ഞാൻ ടെലിഗ്രാമിൽ, എനിക്ക് ടെലിഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ടെലിഗ്രാമിൽ നമ്മുടെ റോയ്സിൻ്റെ ഒരു പോസ്റ്ററുണ്ട്. അപ്പോൾ റോയ്സിൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ ഞാൻ അതിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ അതിന് ചോദിച്ചു, എടാ നീ നമ്മുടെ കൂടെ ഇതുപോലെ സിനിമയാണ്, നീ സിനിമയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമ എന്താണ്, അങ്ങനെ വർക്ക് ചെയ്യാം ഒന്നും അറിയില്ല. എനിക്ക് പെറ്റ്സ് അങ്ങനത്തെ ഫീൽഡൊക്കെയാണ് ഇഷ്ടം. ഞാൻ അതിലൊക്കെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നമ്മുടെ 9-10 കാലഘട്ടങ്ങളിൽ കുറേ പാരഡി സോങ്സ് ഒക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൂടിയിരുന്ന് ഇങ്ങനെ പാടി, അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ അതിനെൻ്റെ ചോദിച്ചു, നീ റോയ്സിൽ മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ മ്യൂസിക് ഡയറക്ടർ, അത് എന്താ, എനിക്കറിയില്ല എന്താ മ്യൂസിക് ഡയറക്ടർ, എന്താണ് പരിപാടി എന്നൊന്നും അറിയില്ല. എനിക്ക് ജസ്റ്റ് പാരഡീസ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ അതിന് പറഞ്ഞ് ഇന്ന് നീ ചെയ്തു നോക്ക്. അങ്ങനെ ഞാൻ ഞങ്ങളുടെ സ്കൂളിൻ്റെ, എനിക്കിപ്പോഴും ഓർമ്മയാണ്, ഞങ്ങളുടെ 10th ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്ക് ബെഞ്ചിൽ പോയി ഞാനും അതിനും ഇരുന്ന് ഞാൻ എൻ്റെ ഫസ്റ്റ് സോങ്, അതായത് ഇരുൾ ചൊരിയും എന്ന് പറഞ്ഞൊരു പാട്ട് എഴുതി. അത് വെറും 10 മിനിറ്റ് കൊണ്ട്, അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും സത്യമാണ്, ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് പാട്ട് തീർക്കുന്നത്. ആ പാട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലപ്പുറം കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പാട്ട് എഴുതി കഴിഞ്ഞപ്പോൾ പാട്ട് പാടാൻ ഒരാൾ വേണമല്ലോ. പാട്ട് പാടാനായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വളരെ സൈലൻ്റ് ആയിട്ടിരുന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അതാണ് അനാമിക PM. അപ്പോൾ ഞാൻ അനാമിക PMനെ കണ്ടെത്തി. അനാമിക ഞങ്ങളുടെ പാട്ട് വളരെ ഗംഭീരമായിട്ട് പാടി. അത് ഞങ്ങൾ സിനിമയിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ സിനിമയുടെ സ്ക്രിപ്റ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാനാണ് ആഡ് ചെയ്തത്. അപ്പം സിനിമ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പം നമുക്ക് കുറേ പേര്, നമ്മുടെ ആദ്യത്തിൻ്റെ കുറേ ഫ്രണ്ട്സും അങ്ങനെ എല്ലാവരും നമ്മുടെ സിനിമയിൽ വന്നു. അപ്പോൾ അതിന് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ പിന്നെ നീ അഭിനയിക്കും കൂടെ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അഭിനയോ, മ്യൂസിക് ഫീൽഡ് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ അഭിനയൊന്നും കൂടെ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ശരിയാവും. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ റോയ്സ് എന്ന സിനിമയിൽ ഒരു ക്യാമിയോ റോള് പോലെ ഇങ്ങനെ എഴുതി. അപ്പോൾ ക്യാമിയോ റോള് പോലെ ഇത് റോയ്സ് എന്ന സിനിമയിൽ ഞാൻ ക്യാമിയോ ആയിട്ട് എൻ്റർ ചെയ്തു. ക്യാമിയായിട്ട് എൻ്റർ ചെയ്തപ്പോൾ ഒരു ഫൈറ്റ് സീനായിരുന്നു അത്. ആ ഫൈറ്റ് സീൻ ഇപ്പോഴും കിടപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് വളരെ ഗ്രേറ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ സീനിന് അതിൽ ആക്ഷൻ വിളിക്കുകയും ഞങ്ങൾ ഒരു കട്ട് ചെയ്യാതെ ഒരു 10 മിനിറ്റ് കറക്റ്റായിട്ടൊരു ഫൈറ്റായിരുന്നു. ഞാനും ഞങ്ങളുടെ അഭയ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും കൂടെ അങ്ങ് ഫൈറ്റ് ചെയ്ത് ഏകദേശം 30 മിനിറ്റിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞു. അതൊക്കെ ഏത് നടനാണ് അത്ര ഒരു എക്സ്പീരിയൻസ് ഉള്ളത് എനിക്കറിയില്ല. അപ്പം അത് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം പിന്നെ പതുക്കെ ഞങ്ങൾ അടുത്ത പ്രൊജക്റ്റിലോട്ട് പോയി. അടുത്ത പ്രൊജക്റ്റിലാണ് ഞാൻ എൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് മ്യൂസിക് എന്താണ് എന്നൊക്കെ ഒരു ഐഡിയയിലോട്ട് കിട്ടി. അതിനുശേഷം ഞങ്ങൾ ഏറ്റവും ഹോപ്പ്ഫുള്ളായിട്ട്, ഞങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടെ ചെയ്ത ഞങ്ങളുടെ 3ാമത്തെ ഷോർട്ട് ഫിലിം വന്നു. 3ാമത്തെ ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഒരുവിധം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളായിരുന്നു. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ മിസ്സായി. നമ്മുടെ റോയ്സിൽ ആ ക്ലൈമാക്സ് സീൻ ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിൽ, ഞാൻ 10ൽ പഠിക്കുമ്പോൾ ഒന്ന് പ്ലേ ചെയ്തു. ആ സമയത്ത് ഞങ്ങളുടെ ക്ലാസ്സിലുണ്ടായ ഒരു ഇമ്പാക്റ്റ് അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഏറ്റവും ബാക്കിലായിരുന്നു നിന്നത്. ഒരു തിയേറ്ററിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓഡിയൻസ് വളരെ സന്തോഷിച്ച് കാറി വിളിച്ച് ഒച്ച ഉണ്ടാക്കി ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അപ്പോഴാണ് കിട്ടുന്നത്. അതിനുശേഷം ഞാൻ ഉറപ്പിച്ചു, ഇതെനിക്ക് പറ്റിയ ഫീൽഡാണ്, എനിക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം അന്നാണ് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത്. അതിനുശേഷം എൻ്റെ 3ാമത്തെ ഫിലിമിൽ ഞാൻ ഒരുവിധം മെയിൻ റോൾ തന്നെയാണ് ചെയ്തത്. അതിൽ മ്യൂസിക്കും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്ക്രിപ്റ്റും ഞാനാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് കുറച്ചൊക്കെ എഴുതി വന്നപ്പോൾ സ്ക്രിപ്റ്റ് ഫീൽഡിലും എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി. അപ്പോൾ സ്ക്രിപ്റ്റ് ഫീൽഡും ആ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഫീൽഡിലോട്ട് ഞാൻ കടന്നു വന്നു. അപ്പോൾ അതിനുശേഷം ഒരു 3-4 സ്ക്രിപ്റ്റ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിലോട്ട് നമുക്ക് വരാം. അപ്പോൾ എൻ്റെ 3ാമത്തെ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പം അത് അപ്ലോഡായി. കുറേ അധികം അതായിരുന്നു ഞങ്ങളുടെ ശരിക്കും സത്യം പറഞ്ഞ ഒരു സിനിമയായിട്ട് ഞങ്ങൾക്ക് തോന്നിയത്. കാര്യം അതിന് കുറേ നെഗറ്റീവ് വന്നു, അതേപോലെ തന്നെ കുറേ പോസിറ്റീവ്സും വന്നു. കുറേ ഹേറ്റേഴ്സ് ഉണ്ടായി. അതേപോലെ തന്നെ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന കുറേ അധികം ഫോളോവേഴ്സും ഉണ്ടായി. കുറേ അധികം ആളുകൾ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാൻ തുടങ്ങി. അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനുശേഷമാണ് ആ ഒരു സിനിമ എന്നൊരു പരിപാടിയിലോട്ട് വളരെ കിക്കായിട്ട് വളരെ ആസ്വദിച്ച് ഞങ്ങൾ ചെയ്യാൻ പറ്റിയത്. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുറേ പേരുണ്ട്, ജോയൽ, ജെനു, അങ്ങനെ പറഞ്ഞ കുറേ ആളുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം കുറേ പേര് നെഗറ്റീവും പറയുന്നുണ്ടായിരുന്നു, അത് നിങ്ങൾ കൊള്ളില്ല, നിങ്ങളത് ചെയ്യരുത്, മറ്റേ ചെയ്യരുത്, നിങ്ങൾ സിനിമ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സിനിമ എടുക്കരുതെന്ന് പറഞ്ഞവരെയും കൊണ്ട് ഞങ്ങളുടെ വെള്ളാരത്താരം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഒരു സോങ് ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്ത്, അങ്ങനെ നീ സിനിമ എടുക്കരുത്, നിനക്ക് പറ്റിയ ഫീൽഡല്ല, ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ അടിപൊളിയായിട്ടുണ്ട്.
വൃത്തിക്ക് നിങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം സന്തോഷമാണ്. അതിന് ആദ്യം തന്നെ താങ്ക്സ് പറയാനുള്ളത് നമ്മുടെ സ്വന്തം ദേവ്ജിയോടാണ്. ദേവ്ജിയോട് മാത്രമല്ല, സൂര്യനോടും വളരെയധികം നന്ദി പറയാനുണ്ട്. അതേപോലെ എനിക്ക് നന്ദി പറയാനുള്ള കുറേ ആളുകളുണ്ട്. ആദ്യം തന്നെ നമ്മുടെ അതിൻ സജിയുടെ അച്ഛൻ, അതായത് സജി മാമൻ, അതേപോലെ അനൂപിൻ്റെ അച്ഛനും അമ്മയും. പിന്നെ എനിക്ക് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് എൻ്റെ ടീച്ചേഴ്സിനോട് തന്നെയാണ്. എൻ്റെ ഷീന മാഡം, ദിവ്യ മാഡം, അങ്ങനെ കുറേ ആളുകൾ. അവരെല്ലാവരും, ഞങ്ങളിപ്പോൾ ഒരു ഷോർട്ട് ഫിലിം എടുത്താൽ തന്നെ അവരൊക്കെയാണ് ആദ്യം അത് സ്റ്റാറ്റസ് ഇടുന്നതും അവരാണ് എല്ലാവരിലോട്ടും എത്തിക്കുന്നതും. പിന്നെ നമ്മുടെ ആദിത്യൻ്റെ അമ്മ, ഞാൻ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലോട്ടൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് ആ കിട്ടുന്ന സപ്പോർട്ടും ആദിത്യനിലോട്ടൊക്കെ അവരുടെ ഒരു സപ്പോർട്ട്, അതൊക്കെ കയറുമ്പോൾ നമുക്ക് കൂടുതലധികം ഊർജ്ജമാണ്. അതേപോലെ നമ്മൾ ഇപ്പം ഷൂട്ട് ചെയ്യുന്നതാണ് എല്ലാത്തിനും നമ്മുടെ ജോർജൻ്റെ അമ്മ, എല്ലാവരും, ജോർജിൻ്റെ വീട്ടിലുള്ള എല്ലാവരും, അതേപോലെ ആദ്യത്തിൻ്റെ വീട്ടിലുള്ള എല്ലാവരും നമുക്ക് വളരെയധികം സ്വീകാര്യതയാണ് തരുന്നത്. എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ദേവ്ജിയുടെ അച്ഛനായിട്ടുള്ള റിങ്കുരാജ് മട്ടാഞ്ചേരി അങ്കിൾ, അപ്പം അവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. അത് കാണുമ്പോൾ വരെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും നമുക്കത് മനസ്സിലാവത്തുള്ളൂ. അത് ഞാൻ ഇതിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴാണ് അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഞങ്ങൾ ഒരിക്കലും വിചാരിക്കാതെ വെള്ളാരത്താരം അഖിൽ സത്യൻ സാർ, അതേപോലെ നമ്മുടെ കുറേ പേര്, അങ്ങനെ കുറേ സിനിമാ ഫീൽഡിലുള്ള കുറേ ആളുകളും നമ്മുടെ അതിൻ്റെ അച്ഛനാണ് നമ്മൾ ഉടനെ എത്തിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛനാണെങ്കിലും സിനിമാ ഫീൽഡിൽ കുറേ അധികം ഇഷ്ടം, എൻ്റെ അച്ഛനാണ് സിനിമയിലും നല്ല താല്പര്യമുണ്ട്. അതിൽ നിന്നാണ് തോന്നുന്നു എനിക്കൊരു ഇത് കിട്ടിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ എന്ന് എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പതുക്കെ ഞാൻ ഗ്രോ ചെയ്ത് വന്നതാണ്. എൻ്റെ വീട്ടുകാരാണെങ്കിലും നല്ല സപ്പോർട്ടാണ്, അവരെല്ലാത്തിനും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ ഇപ്പം ഞാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ സപ്പോർട്ട്, അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നീട് എൻ്റെ റൈറ്റിംഗ് ഫീൽഡിലോട്ട് ഞാൻ വരികയാണ്. റൈറ്റിംഗ് ഫീൽഡിലോട്ട് വരുമ്പം ഞാൻ ഒരിക്കലും ഒരു റൈറ്റർ ആവും, എനിക്ക് കഥ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ എഴുതി തുടങ്ങിയതല്ല. പേന എടുക്കാൻ ധൈര്യമില്ലാത്ത ഒരാളായിരുന്നു. പിന്നീട് പതുക്കെ രണ്ട് ഷോർട്ട് ഫിലിംസൊക്കെ ചെയ്ത് പതുക്കെ അതിലോട്ട് വന്നപ്പോഴാണ് എനിക്ക് അത് വളരെ ഒരു നല്ല രസമുള്ളൊരു പരിപാടി എനിക്ക് പറ്റുമെന്ന് തോന്നിയത്. അങ്ങനെ ഞാൻ 3-4 ഷോർട്ട് ഫിലിംസ് ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2-3 വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ റൈറ്റിംഗ് ഫീൽഡിലാണെങ്കിലും കുറേ പേരുകൾ വന്നു. അതിനുശേഷം ഞങ്ങൾ ടീം വലുതായി, കുറേ ആളുകളായി, 8-9 പേരായി. നമ്മുടെ പുതിയ ക്യാമറ മേടിച്ചു, ലൈറ്റിംഗ് സിസ്റ്റം എല്ലാം ചെയ്ത് വരുമ്പോഴും നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് അതിനോടനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൂടുന്ന സമയത്ത് നമുക്ക് കണ്ടന്റുകൾ, ഇപ്പോൾ ഞങ്ങൾ ഏപ്രിലിൽ തന്നെ ഏകദേശം 3-4 വർക്ക് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴൊക്കെ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. അതേപോലെ നമുക്ക് അതിൻ്റെ എഡിറ്റിങ്ങും സൗണ്ട് ഡിസൈനിങ്ങും അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്യുമ്പോൾ നല്ല ലേറ്റ് ആവും. അപ്പം കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടല്ലേ റീച്ച് കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് അതിനോടനുസരിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു സിനിമയ്ക്ക് തന്നെ നമ്മൾ ഏകദേശം 2 ഷോട്ട് എടുക്കുന്ന ഒരു ലൈറ്റും പരിപാടിയും എല്ലാം കൂടെ 10,000 രൂപയായി. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും, അതൊക്കെ ഒരു ഒറ്റ ഷോട്ടാണ്, പക്ഷേ അത് അത്രയും ചെയ്തെടുത്താലേ നമ്മൾ ആ സിനിമയിൽ പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതേപോലെ സൗണ്ട് ഡിസൈനിങ് ആണെങ്കിൽ ഓരോ സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ചെയ്യുന്നതിനൊക്കെ ഭയങ്കര പാടാണ്. അപ്പോൾ അതാണ് നമ്മുടെ മെയിൻ പ്രശ്നം ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ നമ്മളതെല്ലാം അതിജീവിച്ച് ഞങ്ങളുടെ പാഷനെ ഫോളോ ചെയ്ത് അതെന്തായാലും ഞങ്ങളുടെ പാഷനാണ്. ഞങ്ങളെല്ലാവരും ബിഗ് സ്ക്രീനിലോട്ട് എത്തും. പക്ഷേ ഒട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഈ ഷോർട്ട് ഫിലിംസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ നേരത്താണ് ഞങ്ങളുടെ ഏറ്റവും ഒരു ഡ്രീം, ഒരു ബിഗ് സ്ക്രീനിലോട്ട് എത്തണമെന്ന ഡ്രീം ഇത്രയും പെട്ടെന്ന് സഫലമാകുമെന്ന് വിചാരിച്ചില്ല. ഞങ്ങൾ വെള്ളാരത്താരം ഷൂട്ട് ചെയ്തതിന് ഉടനെ, അതായത് ജാനുവരി 17-ാം തീയതി ഞങ്ങളുടെ ആദ്യത്തെ തിയേറ്ററിക്കൽ ഫിലിമായിട്ടുള്ള ഗാനു എന്ന് പറഞ്ഞ ഫിലിം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളുടെ ഫസ്റ്റ് തിയേറ്ററിക്കൽ ഡെബ്യൂ ആയിരിക്കും. അത് വളരെ പ്രതീക്ഷയാണ് ആ സിനിമയിലോട്ട്. അതിലും ഞാനാണ് ലീഡ് റോളായിട്ട് വരുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റ് എല്ലാം ഇപ്പോൾ ഏകദേശം ലോക്ക്ഡൗൺ, മ്യൂസിക്കെല്ലാം ഇപ്പോൾ ഓൾറെഡി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ എത്തുന്നില്ല. അതേപോലെ ഇപ്പോൾ നമ്മുടെ ജോർജിൻ്റെ സഹയാത്രികൻ സിനിമ ഷൂട്ടിങ്ങാണ്. എൻ്റെ 2 ഷെഡ്യൂൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അതാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെയധികം, അത് സിനിമയ്ക്ക് വളരെ ഹൈ ആണ്. വളരെ ക്വൈറ്റായിട്ടുള്ള, വളരെ കാമായിട്ടുള്ളൊരു ഫിലിമാണ്. പക്ഷേ അത് അത്ര നന്നായിട്ട് എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. ജോർജൻ ഷാൽമൻ ജോൺ, ക്വാളിറ്റി ഫ്രെയിംസിൻ്റെ സോഷ്യൽ മീഡിയ ഹെഡും അതിൻ സജിയുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റുമാണ്. മൈ ജേർണി വിത്ത് ക്വാളിറ്റി ഫ്രെയിംസ് ഇസ് വെരി അൺഎക്സ്പെക്റ്റഡ്, ലൈക്ക് ദ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഞാനും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൽ ജോലി ചെയ്യുമെന്ന്. ലൈക്ക് വെൻ അതിൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ജോർജൻ ക്വാളിറ്റി ഫ്രെയിംസിൽ ജോയിൻ ചെയ്യുവാണെന്ന്. അത് എൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. എൻ്റെ അടുത്ത് ഒരു ദിവസം വൈകുന്നേരം ആയപ്പം 5:30 കഴിയുമ്പം പറഞ്ഞു, എനിക്ക് ജോർജൻ്റെ നല്ല ഫോട്ടോ വേണം. ഞാൻ ചോദിച്ചു എന്തിനാ, അതൊക്കെ ഉണ്ട് സർപ്രൈസ് ആണെന്ന് പറഞ്ഞ് ഞാൻ അവരുടെ ഫോട്ടോ അയച്ചു കൊടുത്തു.
ഫോട്ടോ അയച്ചു കൊടുത്തു. കുറച്ച് ഒരു എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു വെയിറ്റ് ചെയ്യും, ഒരു 10:30 വരെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തു. 10:30 ആയി കഴിയുമ്പോൾ ഡോക്യുമെൻ്റ് ആയിട്ട് എനിക്ക് ഒരു ഫോട്ടോ അയച്ചു തന്നു. അത് എല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാമിൽ. വെൽക്കമിങ് ജോർജൻ ശർമ്മ ജോൺ ആസ് എ ഡയറക്ടർ ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ വെരി ഹാപ്പി മൊമെൻറ്റ്, ബട്ട് ഇറ്റ് വാസ് എ ഫണി മൊമെൻറ്റ് ഓൾസോ. കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ആണെങ്കിൽ രാത്രിയാണല്ലോ ഇട്ടത്. എൻ്റെ മിക്ക ഫ്രണ്ട്സ് ഉറങ്ങുമായിരുന്നു. രാവിലെ അവർ എഴുന്നേറ്റ് ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കി കഴിയുമ്പോൾ നേരെ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് കണ്ടത്. കുറേ പേര് വിചാരിച്ച് ഞാൻ ചത്തുപോയെന്ന്. അത് ഒരു പ്രത്യേക ഫാക്റ്റാണ്. അത് കുറേ പേരുടെ അടുത്ത് ചോദിച്ചു, നീ ചാവാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഫോട്ടോയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനെ ഒരു ലൈക്ക് എനിക്ക് ക്വാളിറ്റി ഫ്രെയിംസ് നേരത്തെ ഒരു അതിൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നതിൻ്റെ 2 ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. എനിക്ക് ക്വാളിറ്റി ഫ്രെയിംസ് ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. ബട്ട് ഐ വാസ് വെയിറ്റിംഗ് ടിൽ ദി എക്സാമിൻസ്. ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ പറയാനിരിക്കുമായിരുന്നു. ബട്ട് 3 മാസം മുമ്പേ ഐ കുഡ് ജോയിൻ ക്വാളിറ്റി ഫ്രെയിംസ്. ദാറ്റ് ഈസ് എ ഹ്യൂജ് ബ്ലെസ്സിങ് ഫോർ മീ. ഇനി ഞങ്ങൾ കുറേ പ്രോജക്ട്സ് വരുന്നുണ്ട്, ഡ്രീം പ്രോജക്ട്സ് ആയ കുറേ എണ്ണം. എൻ്റെ ഡെബ്യൂട്ട് ഫിലിം ആസ് എ റൈറ്റർ ആൻഡ് ആസ് എൻ ആക്ടർ, ഡെബ്യൂട്ട് ഷോർട്ട് ഫിലിം ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ വെറും ഇതിന് കപ്പിൾ ഓഫ് ഡേയ്സ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നിരാശയുണ്ട്. അത് ഞങ്ങളുടെ എല്ലാവരുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് നിരാശ. ആൻഡ് ഓഫ് കോഴ്സ് ഐ ഹാവ് ടു മെൻഷൻ അവർ ഫസ്റ്റ് തിയറിറ്റിക്കൽ മൂവി ഗാനലു. അത് ഞങ്ങൾ എല്ലാവരെയും ലുക്ക് ഫോർവേഡ് ചെയ്യുന്നൊരു സിനിമയാണ്. മോസ്റ്റ് പ്രോബബ്ലി 2028 ഞങ്ങൾക്കത് റിലീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എപ്പം നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന്. വി ഹോപ്പ് വി ക്യാൻ ഡു ഇറ്റ്. ഐ ഹോപ്പ് ഐ ആം ഓൾവേസ് വെരി പ്രൗഡ് ഓഫ് ബീയിങ് എ പാർട്ട് ഓഫ് ദ ഐക്കോണിക് റീബോൺ. ഞങ്ങളുടെ ക്വാളിറ്റി ഫ്രെയിംസ് ഇപ്പം ഒരു 2 or 3 അല്ലെങ്കിൽ ഒരു 1-man ഷോയോ അല്ല. ഇറ്റ് ഈസ് ടീം എഫേർട്ട്. എല്ലാവരും കൂടെ ചേർന്ന് ഒരു വണ്ടർഫുൾ രീതിയിൽ ഞങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നു. അത് അത്ര നന്നായിട്ട് എടുക്കാൻ ഞങ്ങൾ ശ്രമിക്കും. അതിനുശേഷം ഞങ്ങളുടെ നിരാശ, അതിനുശേഷം അനൗൺസ് ചെയ്യാത്ത 2 സിനിമയുണ്ട്. അതൊക്കെ അനൗൺസ് ചെയ്യാത്തൊരു സിനിമ എൻ്റെ സ്ക്രിപ്റ്റാണ്. അത് വളരെ വളരെ ടോപ്പ് ക്വാളിറ്റിയിലാണ്. ഈ ക്വാളിറ്റി ഫ്രെയിംസ് എന്നുള്ളൊരു വാക്കിന് പക്കയായിട്ട് ഒരു മീനിങ് ഫുൾ ആയിട്ടാണ് ഞങ്ങൾ ഇനി സിനിമ എടുക്കാൻ പോകുന്നത്. ക്വാളിറ്റി ഫ്രെയിംസ്, അതായത് ഓരോ ഫ്രെയിമും അത്ര ക്വാളിറ്റിയിൽ വരണമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. ഇനി അങ്ങനെ ആയിരിക്കും ഞങ്ങൾ സിനിമ ചെയ്യാൻ പോണത്. വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും നിങ്ങൾ തരുന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നീട് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പം കുറേ അധികം ആളുകൾ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. നമ്മുടെ സൂര്യനാണെങ്കിൽ സൂര്യൻ എൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻറ്റ്സും, അപ്പോൾ ഇത് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ചെയ്തിട്ട് നമ്മൾ 2-3 മ്യൂസിക് ഇപ്പം ഒരുമിച്ച് കമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈനൽ വർക്ക്സിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ മെയിൻ സിംഗറായിട്ടുള്ള നമ്മുടെ അനാമിക ഇപ്പോൾ ഏകദേശം കുറേ സിനിമകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ എന്നാലും എന്താ പറയുക, അവൾ ഞങ്ങൾക്ക് വേണ്ടി ടൈം കണ്ടുപിടിക്കുന്നുണ്ട്. എൻ്റെ 3-4 പാട്ട് ഇപ്പോൾ പാടി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞില്ല. അതിൻ്റെ ഫൈനൽ ടച്ചപ്പ് വർക്കുകളിലാണ്. ഹായ്, ഞാൻ അനാമിക PM. ഞാനൊരു പ്രൊഫഷണൽ സിംഗറാണ്. ഇപ്പോൾ ക്വാളിറ്റി ഫ്രെയിംസിൻ്റെയും. ഞാൻ ആദ്യമായിട്ടൊരു ഷോർട്ട് ഫിലിമിൽ പാടുന്നത് നമ്മുടെ ക്വാളിറ്റി ഫ്രെയിംസിൻ്റെ ഷോർട്ട് ഫിലിമിലാണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചവരാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ക്വാളിറ്റി ഫ്രെയിംസിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കരധികം ഹാപ്പിയാണ്, ഭയങ്കര എൻജോയ്മെൻ്റ് ആണ്. സോ നമുക്ക് കുറേ പ്ലാനുകൾ ഇനി വരാനുണ്ട്, കുറേയധികം പ്രൊജക്റ്റുകളുണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഞങ്ങൾ വളരെയധികം ഗ്രോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെയധികം കഠിനമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുമ്പോൾ അതിൻ സജി അവിടെ ഒറ്റയ്ക്കാണ് എല്ലാം മേച്ച് നടത്തുന്നത്. നമ്മുടെ ഒരു സെറ്റ് വളരെ കാം ആൻഡ് ക്വൈറ്റായിട്ട് ചെയ്യുന്നത് വളരെ പാടാണ്. അതൊക്കെ നമ്മൾ സെറ്റിലോട്ട് വരുമ്പോഴൊക്കെ മനസ്സിലാവുള്ളൂ എന്ത് പാടാണ് ഈ സെറ്റിങ്. പക്ഷേ അവൻ അതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ സൂര്യനും ദേവനും കട്ടയ്ക്ക് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ പണി ചുമ്മാ ഇങ്ങനെ പറയുക, അഭിനയിക്കുക, അതൊക്കെയാണ്. പിന്നെ എനിക്ക് കുറച്ച് മ്യൂസിക്കിൻ്റെ പരിപാടികളുണ്ട്. എന്നാലും ഞാൻ നോക്കുമ്പം മ്യൂസിക്കിനെക്കാട്ടും ഏറ്റവും പാട് ഡയറക്ഷനും ആ ഒരു സെറ്റാക്കാനാണ് ഏറ്റവും പാട്. അത് ഇവർ 3 ആളും പക്കയായിട്ട് ചെയ്യുന്നുണ്ട്. ഓരോ ഫ്രെയിമും അവർ വെക്കുന്നത് നമുക്ക് വളരെ വൃത്തിയായിട്ട് ആ ക്വാളിറ്റി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നു മുതൽ ഞങ്ങൾ ഒരു പുതിയ ആരംഭത്തിലോട്ട് എത്തുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. കുറേ പേര് ഞങ്ങളെ ഇപ്പോൾ വിളിക്കുന്നു, സംസാരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞ പോലെ എന്നെ നിങ്ങൾ ഇനി സിനിമ എടുക്കരുത്, നിനക്ക് പറ്റിയ ഫീൽഡല്ല, നീ നിർത്തിപ്പോ എന്ന് പറഞ്ഞവർ വരെ എടാ കൊള്ളാം,
ഇനി നിങ്ങൾ ചെയ്യണം, അടുത്ത സിനിമ എന്നാടാ, അതെന്നാണ് റിലീസാവുന്നത്, നീ അത് ഷൂട്ട് ചെയ്തു, അങ്ങനെയൊക്കെ പറയാനും കേൾക്കാനും സാധിക്കുന്ന വളരെ നന്ദിയുണ്ട്. അതേപോലെ നമ്മുടെ കുറേ നെഗറ്റീവ് പറയുന്ന ആളുകൾ വെള്ളാരത്താരം എന്നൊരു സിനിമ പറഞ്ഞ് നെഗറ്റീവ് പറഞ്ഞ് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞവർ വരെ അത് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന എൻ്റെ ഒരു സിനിമ ഫീൽഡിൽ, അതായത് മെയിനായിട്ട് ഈ ഒരു ആക്ടിങ് ഫീൽഡിൽ, പിന്നെ ഞാൻ മ്യൂസിക് പാരഡീസ് എങ്കിലും ഉണ്ടാക്കുമെന്ന് അറിയാം, പക്ഷേ ആക്ടിങ് ഫീൽഡിൽ എനിക്ക് കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കൊരു കഴിവുണ്ടെന്ന് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പറയുന്നത് അതിൻ സജിയാണ്. നിനക്ക് പാട്ട് ഉണ്ടാക്കാൻ പറ്റും, നിനക്ക് അഭിനയിക്കാൻ പറ്റും എന്ന് പറഞ്ഞത് അതിൻ സജിയാണ്. അത് വളരെ എൻ്റെ ലൈഫ് ചേഞ്ചിങ് ഒരു മൊമെൻ്റ് ആണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും. അതായത് എനിക്ക് അഭിനയത്തിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളാണ്. ഇപ്പോഴും ഞാൻ വലുതായിട്ട് അഭിനയിക്കുമെന്ന് പറയുന്നില്ല, പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എൻ്റെ മ്യൂസിക് ഫീൽഡിലും ലിറിക്സ് ഫീൽഡിലും ഞാൻ നല്ല കോൺഫിഡൻ്റ് ആണ്. അത് എനിക്ക് ലിറിക്സ് എഴുതാൻ പറ്റുന്നുണ്ട്. ഞാൻ എൻ്റെ പല പാട്ടുകളും 10-20 മിനിറ്റ് കൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ 3-4 പാട്ടുകൾ ഞാൻ പറഞ്ഞാൽ നമ്മുടെ സൂര്യനുമായിട്ട് കമ്പോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെയെല്ലാം ഞങ്ങൾ ഇനി മുമ്പോട്ട് പോകും. നമ്മുടെ റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എൻ്റെ ഫീൽഡ് റൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റുമാണ് എൻ്റെ അണ്ടറിൽ വരുന്നത്. ഈ 2 ഫീൽഡിലും കുറേ അധികം ആളുകളുണ്ട്. സിനാദ്, നമ്മുടെ ആദിത്യൻ, നമ്മുടെ ആദിത്യൻ അല്ല, വേറെ ആദിത്യനുണ്ട്. അങ്ങനെ കുറേ ആളുകൾ, ഇന്ദ്രജിത്ത്, അരുൺ, പിന്നെ ആദർശ്, അങ്ങനെ കുറേ പേരുകൾ നമ്മുടെ ടീമിലുണ്ട്. അവരെല്ലാവരും അവരുടെ ഫുൾ പൊട്ടൻഷ്യലിലാണ് ചെയ്യുന്നത്. അതിലൊക്കെ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ കൂടുതൽ എല്ലാവരും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ചെയ്യാം. നമ്മളൊരു പുതിയ ആരംഭമാണ്, അപ്പോൾ എല്ലാവരും കൂടെ തന്നെ വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ക്രൂ തന്നെ ഉണ്ടായി. പിന്നെ ഇപ്പൊ കാണുന്ന ഈ ക്വാളിറ്റി ഫ്രെയിംസ് ഒരു ടീം വർക്ക് തന്നെയാണ് ആക്ച്വലി. ഇപ്പൊ നമ്മളൊരു വെള്ളാരത്താരം എന്ന് പറഞ്ഞൊരു വീഡിയോ സോങ് റിലീസ് ചെയ്തു. അഖിൽ സത്യൻ സാറ് നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. വിച്ച് ഈസ് വാട്ട് യു ക്യാൻ സേ, ഭയങ്കര ഗ്രേറ്റ് അച്ചീവ്മെന്റ് ആണ് അത്. ഹലോ, താങ്ക് യു കേട്ടോ, താങ്ക്സ്. ഇത് അയച്ചതിന് നന്ദി. രസമുണ്ട് പിള്ളേർ, ആ എഫേർട്ടും ആ പാഷനുമാണ് സമ്മതിക്കേണ്ടത് പിള്ളേരുടെ. ഞാൻ കണ്ടിട്ട് ഇങ്ങനെ ഈ ആഫ്രിക്കയിലത്തെ പിള്ളേരൊക്കെ ഈ ഭയങ്കര ലിമിറ്റഡ് റിസോഴ്സ് വെച്ചിട്ട് ഹോളിവുഡ് പടങ്ങളൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ തോന്നി ഇത് കണ്ടപ്പോൾ. എന്തായാലും താങ്ക്സ് പറയും അവരോട്. ഒരുപാട് പേര് നമ്മൾ ആ ഫിലിമിന്റെ ബന്ധപ്പെട്ട് നമ്മളെ വിളിച്ചിരുന്നു. നമ്മളെ എക്യുപ്മെന്റ്സ് ചേഞ്ച് ആയി, നമ്മളുടെ സിറ്റുവേഷൻസ് മാറി. എന്ത് പറയാ, ക്വാളിറ്റി ഫ്രെയിംസ് ഇങ്ങനെ കൊച്ചായിരുന്നത് ഇപ്പോൾ കുറച്ച് വലുതേ വരുന്നുണ്ട് എന്നും പറഞ്ഞ് ഒരുപാട് ഹൈറ്റിൽ എത്തും, തീർച്ചയായും എത്തും. അപ്പോൾ നമ്മൾ ഉടൻ തന്നെ നമ്മുടെ ജോർജൻ്റെ സ്ക്രിപ്റ്റായ സിനിമ സഹയാത്രികൻ നമ്മൾ ഉടനെ ഷൂട്ട് തുടങ്ങുന്നതാണ്, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അത് നമ്മൾ ഉടനെ നമ്മളെ ഓഡിയൻസിൻ്റെ മുന്നിൽ അതെത്തും. അപ്പോൾ ഹോപ്പ് നമുക്കിനി നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എനിവേ, ക്വാളിറ്റി ഫ്രെയിംസ് ഒരു മലയാള സിനിമയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ഡെഡിക്കേഷനാണ് ആക്ച്വലി ക്വാളിറ്റി ഫ്രെയിംസ്. നമുക്ക് കണ്ട് മറന്ന് നമ്മൾ എവിടെയൊക്കെയോ മിസ് ചെയ്ത ഒരുപാട് കൊച്ചു സിനിമകളുണ്ട്, നമ്മളെ ഗ്രേറ്റ് ആക്ടേഴ്സ് ചെയ്ത. പക്ഷെ നമുക്കിപ്പോൾ അതൊക്കെ ഒരുപാട് മിസ്സിംഗ് ഉണ്ട്. നമ്മളതൊക്കെ തിരിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഉറപ്പായിട്ട് അത് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ഇത്ര ഇപ്പോൾ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും കാണാൻ. താങ്ക് അടിക്കാൻ പോയി അല്ല ആരടിക്കാൻ പോയി, നിങ്ങൾ ഒരുമിച്ച് അടിക്കാൻ പോയി.